നാട്ടിൽ ഇത്രയും നല്ലൊരു സാധനം ഉണ്ടായിരുന്നിട്ട് വല്യേട്ടൻ നമുക്ക് വാങ്ങിച്ചു തന്നോ? അതുകൊണ്ടല്ലേ ആ തെമ്മാടികള് നമ്മളെ ഈ പരുവത്തിലാക്കിയത്. ചേട്ടാ, വല്യേട്ടനെ അവന്മാര് ഇതുപോലെ ആക്കും മുമ്പ് നമുക്ക് ഈ സാധനം കുറച്ചു വാങ്ങി വല്യേട്ടന് കൊടുക്കാം. വല്യേട്ടനും കൂടെ ഇത് കുടിച്ചാ പിന്നെ സംഭവം കുശാലായി. എന്നിട്ട് നമുക്ക് ഈ തറവാട്ടൊരു കുളം തോണ്ടാം. അതിന് വെള്ളത്തിന് പകരം മറ്റ വരും. അപ്പൊ പിന്നെ കിടന്നു കുടിക്കാം, നീന്തി കുടിക്കാം, മുങ്ങി കുടിക്കാം. അയ്യോ എന്റെ ഭഗവതി, എന്താ ഇത്? നിങ്ങൾക്ക് എന്ത് പറ്റി? സുഭദ്രയോ കൊച്ചമ്മണിയോ? കൊച്ചമ്മണി, എന്റെ കൊച്ചമ്മണി. കൊച്ചമ്മണി തന്നെ നിന്റെ ഭാര്യ. എന്താ എന്താ? ഹായ്, സുഭദ്ര വന്നു. സുഭദ്ര, ഇവർക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. ആ ചട്ടമ്പികള് പാലാഴി കടഞ്ഞുകൊണ്ടുവന്ന അമൃത് അല്പം സേവിച്ചു, അത്രേ ഉള്ളൂ. ഇവരാകെ 4 പേര്. ആ മഹാഭാവികൾ ഈ തറവാട് കുളം തോണ്ടും. അതിനു മുമ്പേ ഞങ്ങൾ കുളം തോണ്ടും. ഇപ്പൊ ഒരു പുതിയ പ്രശ്നം. നമ്മളിൽ ആരാ ശംഭു, ആരാ അന്യൻ? അറിയില്ല. പെണ്ണുങ്ങളോട് ചോദിക്കാം. ഭാര്യമാരെ, ഞങ്ങൾ 2 പേരുണ്ട്. അനിയനെ ശംഭു വേറെ എടുത്തോളൂ. ഇങ്ങോട്ട് വന്നേ. ഓ അങ്ങോട്ടു. കിളിമകനെ ഇല്ലത്തമ്മയ്ക്കാറാടാൻ നേരമായില്ലേ? കുടവ കസപൊഴിയിൽ പുതുമഴ കുളകം ഞൊറിയുകയായി, കുളിരും സന്ധ്യകളിൽ പുതിയൊരു നാണം തെളിയുകയായി, വസന്തമറിഞ്ഞു വിടർന്ന സുഗന്ധമേ വെള്ളിക്കിണ്ണം തുള്ളുമ്പോൾ ചൊല്ലു കിളിമകളെ ഇല്ലത്തമ്മയ്ക്കാറാടാൻ നേരമായില്ലേ? പരിവളയുടയുകയോ വെള്ളിക്കിണ്ണം തുള്ളുമ്പോൾ ചൊല്ലു കിളിമകളെ ഇല്ലത്തമ്മയ്ക്കാറാടാൻ നേരമായില്ലേ? കൈതൊട്ടാൽ ചാഞ്ചാടും പ്രേമ നിറകുടമേ കണ്ണീരാൽ മൂടല്ലേ നീ. കൈതൊട്ടാൽ ചാഞ്ചാടും പ്രേമ നിറകുടമേ കണ്ണീരാൽ മൂടല്ലേ നീ. അഞ്ജന പതലയമായി കൊഞ്ചും പഞ്ചമ സുഖമണിയൂ അഞ്ജന വിഴിമുണയാൽ നീ എൻ നെഞ്ചിൽ കളമെഴുതൂ. വെള്ളിക്കിണ്ണം തുള്ളുമ്പോൾ ചൊല്ലു കിളിമകളെ ഇല്ലത്തമ്മയ്ക്കാറാടാൻ നേരമായില്ലേ? കുടവ കഥപൊഴിയിൽ പുതുമഴ കുളകം ഞൊറിയുകയായി, കുളിരും സന്ധ്യകളിൽ പുതിയൊരു നാണം തെളിയുകയായി, വസന്തമറിഞ്ഞു വിടർന്ന സുഗന്ധമേ തമ്പുരാട്ടിക്കുട്ടി പാടൂ.
സംഗതി ഇവിടം വരെയായി. ഇന്ന് ഇത് ഈ പിടിച്ചു തന്നെ തുടങ്ങാം. ചട്ടമ്പി, എന്താ ഉദ്ദേശം? ദുരുദ്ദേശം. അതാ ചോദിച്ചത്. ഈ സ്ത്രീകളെ കണ്ണും കടാക്ഷവും കാണിക്കുന്നത് എന്തിനാണ്? പയ്യൻസ്, ഇതിന്റെ പേരാണ് പഞ്ചാരയടി. പുരിഞ്ചിതാ. അയ്യടാ, പഞ്ചാര അടിക്കാൻ പറ്റിയ പ്രായം. മൂത്തമോളെ കെട്ടിക്കാരായി കാണുമല്ലോ. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? എടാ, ഇതിന് പ്രായം ഒരു പ്രശ്നമല്ല. മനസ്സിൽ ചെറുപ്പം ഉണ്ടായാ മതി. പിന്നെയല്ല ഈശ്വര നിശ്ചയം. പട്ടണത്തിൽ കിടന്ന ഞാൻ ഈ തറവാട്ടി വരാനും ഇവിടുത്തെ തമ്പുരാട്ടിയെ കാണാനും ഒക്കെ വിധിയാണ് കൂട്ടാ. ആട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടേ? ഞാനേ വലിയ തിരുമേനിയോട് പറഞ്ഞു കൊടുക്കും. അപ്പൊ കുറെ കൂടെ എളുപ്പമായി. എന്റെ ജോലി പറയുമല്ലോ. വാചകം അടിച്ച് നിൽക്കാതെ സ്ഥലം വിടാൻ നോക്കണ കൊച്ചനെ. വയസ്സുകാലത്ത് മനുഷ്യന്റെ മനസ്സ് എവിടെയെങ്കിലും തളച്ചിടാൻ നോക്കുമ്പോൾ അവന്റെയൊക്കെ ഒരു കുശുമ്പേ. സംബന്ധാലോചന വലിയ തിരുമേനിയുമായിട്ട് ഞാൻ നടത്തിക്കോളാം. നീ പോയി ഞങ്ങൾക്കുള്ള ഭക്ഷണം തയ്യാറായെന്ന് നോക്കാൻ. അതാണല്ലോ സാറിന്റെ പണി. അതെ, അതാണ് എന്റെ പണി. ആ പണി ഇന്ന് ഞാൻ കെങ്കേമമായിട്ട് നടത്തുന്നുണ്ട്. നിനക്കൊക്കെ ജീവിതകാലം മുഴുവൻ ഓർക്കാൻ. എന്താ സേതു കുഞ്ഞെ? ഭക്ഷണമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നാ. ചട്ടമ്പികൾ ഇപ്പൊ നമ്മുടെ അതിഥികളല്ലേ, അവർക്ക് ഒരു കുറവും വരാൻ പാടില്ല. പ്രേമലേഖനം കൊടുത്തവനെ ഇവന്മാര് കണ്ടുപിടിക്കൂ? എനിക്ക് തോന്നുന്നില്ല. എത്രയും വേഗം ഒന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. ഈ പണ്ടാരങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി മനുഷ്യൻ ചാകാറായി. എന്തൊരുടുക്കത്തെ തീറ്റയാ. ഇന്നവന്മാരുടെ അവസാനത്തെ തീറ്റയായിരിക്കും. അതെന്താ കുഞ്ഞ് അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയേക്കണേ. നല്ല അസുര ചിക്കൻ. ഇന്നെന്താണ് ഒരു പ്രത്യേക രുചി. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി ഒന്നും കിട്ടൂല. അയ്യോ, ഞാനില്ല പുറത്തേക്ക്. അവന്മാരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ? അവന്മാരിപ്പോ ബിസി ആയിരിക്കും. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഏൽപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെയാവൻ ഏവൻ നമ്മളെ ഈ നിലയിലാക്കിയവൻ, ആ മായാവി. വിടാൻ പാടില്ല അവനെ. നീ പോയി പിടിച്ചാ മതി. എനിക്ക് ഓടാൻ വയ്യേ. ഇത്തവണ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. വാറ മക്കളെ, ഞാൻ ശപിക്കും. ഞങ്ങളായിട്ട് ഓടിക്കരുത്. ഞാൻ പാവയെ കണ്ട് കത്ത് കൊടുത്തിട്ടേ പോവും. നീ ഇതിലെ വലത്തോട്ട് പോയി ആ തൂട് നീന്തി അക്കരെ കിടന്ന് രക്ഷപ്പെട്ടോ. അവന്മാരുടെ കൈയിൽ കിട്ടി അതിന്റെ എല്ലാം ബാക്കിയിട്ടില്ല. എന്നെ രക്ഷിക്കാനുള്ള പുരുഷത്വം എനിക്കുണ്ട്. അതിനു മുമ്പ് നീ ഇവിടെ എന്തിനൊന്നും എനിക്കറിയണം. അതൊന്നും ഇപ്പൊ നീ അറിയണ്ട. ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും കൂടി രക്ഷപ്പെട്. ഇതെന്റെ അമ്മാവന്റെ വീടാണ്. എനിക്ക് ഏത് പാതിരാത്രിയിലും കള്ളനെ പോലെ പാത്തും പതുങ്ങി ഇവിടെ വരാം. എനിക്കിപ്പോ അറിയേണ്ടത് നീ എന്തിനാണല്ലോ ഒളിച്ചു നിന്നതെന്നാണ്. അതിന് വാശി പിടിക്കേണ്ട പുരുഷു, ഞാൻ നാളെ പറഞ്ഞു തരാം. ഒരു നാളെയും ഇല്ല. എനിക്കിപ്പൊ തന്നെ അറിയണം. പറയണം. എന്റെ പൊന്നു പുളുസു, ഞാൻ പറയണ കേക്ക്. പുളുസു അല്ലടാ പുല്ലേ, പുരുഷു. പുരുഷോത്തമൻ പറയണ. നീ ഇതിൽ വന്നു. നിനക്കറിയേ പറ്റുമല്ലേ? അപ്പൊ നിനക്ക് രക്ഷപ്പെടണ്ടേ? എന്നെ രക്ഷിക്കാൻ നീ ആരടാ? ദൈവോ? പുരുഷനെ രക്ഷിക്കാൻ പുരുഷനറിയാം. രക്ഷപ്പെട്ടോടാ പുല്ലേ. മായാവിനെ പറന്നു വന്നു. വലിയ ബാവ തന്നല്ലേ. ഇനി നീ അവളുടെ പിറകെ നടക്കോളാ. തടി കൊല്ലും മായേ. അയ്യോ, എടാ മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എന്റെ പുരുഷത്വം നശിപ്പിച്ചമ്മേ. എടാ ദ്രോഹി, എന്റെ മോനെ എങ്ങനെ തല്ലിക്കൊല്ല? അവൻ എന്ത് തെറ്റാണ് അതിനോട് ചെയ്തത്? ഈ സമാധാനപ്പെടെ. ഇവ
അവനോട് ഞാൻ കണക്ക് തീർത്തോളാം. കണക്ക് തീർക്കാൻ വന്നിരിക്കുന്നു എംബോക്കി. എടാ, നിന്നെ കെട്ടിയിട്ട് തല്ലിയ മരത്തിൽ നിന്റെ മകനെയും കെട്ടിയിട്ട് തല്ലുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മരം വേറെയുണ്ട്. ഇവിടെ നിന്ന് കുറച്ചാൽ നിന്നെയും പിടിച്ചു കെട്ടും ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഈ നിൽക്കുന്ന കുട്ടിമാളവിന് ഞാൻ അങ്ങോട്ടാ പ്രബലേഖനം കൊടുത്തത്. പക്ഷെ ഇന്ന് നിന്റെ പോലെ എന്റെ മോനെ ഇങ്ങോട്ടാ പ്രബലേഖനം കൊടുത്തിരിക്കുന്നത്. ഓക്രിത്തരം പറയുന്നോടാ തെണ്ടി. ഓക്കിരിത്തരമല്ലടാ, നഗ്ന സത്യമാണ്. നിന്റെ മോള് കൊടുത്ത പ്രേമലേഖനം അവന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കണേ. അച്ഛൻ പറഞ്ഞത് നേരാ. ബാമ തന്ന ഭ്രമലേഖനവും അതിന്റെ മറുപടി എന്റെ ഈ കീശയിലുണ്ട്. ഓരോ പുരുഷോത്തമാ എടുത്ത് കാണിച്ച് കൊടുക്കണേ ചത്തക്ക്. അതിനെന്റെ കൈ കെട്ടിയിട്ടിരിക്കല്ലേ, കാലുകൊണ്ട് എങ്ങനെ എടുക്കാനാ? ഇവന്റെ കെട്ടടിക്കടാ. പെട്ടെന്ന് പറ്റി അഴിച്ച് എന്നെ കെട്ടിച്ചു. ഈ കത്ത് ഇവന് കൊടുത്തത് നീയാണോ? അല്ല ഈ കത്ത് എഴുതിയത് നീയാണോ? അല്ല നിനക്കിവനെ ഇഷ്ടമാണോ? അല്ല. ഓക്കോ, അവള് പറഞ്ഞത് കേട്ടല്ലോ. മേലിൽ ഈ പേരും പറഞ്ഞ് എന്നെ മാനം കെടുത്താൻ ശ്രമിച്ചാൽ നിന്റെ തറവാട് ഞാൻ കുളം കോരും. എന്ത് കൂടോത്രം ചെയ്തും നിന്റെ മോളെ എന്റെ മകൻ പുരുഷോത്തവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഈ മന്ദവരെ കൊണ്ട് നടക്കില്ലടാ. നീ വാടാ മോനെ. വിടച്ചോ, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടേ ഞാൻ വരൂ. നീ അടങ്ങ്, നമുക്ക് സമയം വരുമ്പോ ചോദിക്കാവാ. ഇല്ലച്ചാ, എനിക്ക് അവകാശപ്പെട്ടത് കൊണ്ടേ ഞാൻ മടങ്ങൂ. എന്റെ പൊന്നു മോനെ, നീ അവിവേകം ഒന്നും കാണിക്കല്ലേ. സമയമാകുമ്പോ നമുക്കെല്ലാം സ്വന്തമാക്കാം. അമ്മ എന്നെ തടയരുത്. നിനക്ക് എന്താണ് പുല്ലേ ചോദിക്കാനുള്ളത്? എന്റെ ഷർട്ടും പാന്റും ഇങ്ങനെ തിരിച്ചു താ. ഇതാ കൊണ്ടുപോണാ. വാച്ചാ പോവാ. ആ പെൺകൊച്ചിന് കത്ത് കൊടുത്തത് പുരുഷോത്തമനല്ല, അതുറപ്പാ. അണ്ണ എന്താ ഈ പറയുന്നത്? അവൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ കുട്ടി കത്ത് കൊടുത്ത ആരാ? അത് കണ്ടുപിടിക്കാനാ കാശും ചാപ്പാടും നമ്മൾ ഇവിടെ നിർത്തിയിരിക്കണത്. ഓഹോ, അത് ശരി. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. തമാശകള അന്ന് ആ പെണ്ണിന്റെ മുറിയിൽ ഒരുത്തൻ ഓടിക്കയറുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ്. അപ്പൊ പിന്നെ അതാരായിരിക്കും? ഇതിലെന്തോ കളിയുണ്ട്. നമ്മൾ ഒന്നുകൂടി ഉഷാറാവണം. നമ്മുടെ പുന്നാരമോൻ സത്യഭാമയെ ഇത്രയധികം മോഹിച്ചിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോ അവന്റെ ലോല ഹൃദയം വിങ്ങിപ്പോയത് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾക്കെല്ലാം തമാശയാ. അവന്റെ വേദന അവനല്ലേ അറിയൂ. എടീ, അവൾ അവനെ ഇഷ്ടപ്പെട്ട് അവനിൽ അടിവപ്പെടാൻ എന്റെ കയ്യിൽ ഒരു മന്ത്രമുണ്ടടി. എന്താ അത്? ഓം ഹൃല്ലേഖേ മണിദ്രവേ കാമരൂപിണി സ്വാഹ എന്ന മന്ത്രം ലക്ഷം മുറി ജപിച്ച് ചിത്തി വരുത്തി തിലഹോമം ചെയ്ത് കിട്ടുന്ന മോഹിനീവസ്വം ലേലാസകലം പൂശി മറ്റാരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ തൽക്ഷണം അവൾ സ്വാധീനയാകും. എങ്കിൽ പിന്നെ നമ്മുടെ മോനെ കൊണ്ട് അത് ചെയ്യിച്ചൂടെ? ചെയ്യിക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവൻ നിർവാണനായി പോണം. എന്തു വേണം? നിർവാണം, അതായത് തുണിയൊന്നും ഉടുക്കാതെ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ അവൾ അവനിൽ മോഹിതയാകും. കാമമോഹിതയാകും. ഓം ഗില്ലേകെ മണിദ്രവേ കാമരൂപിണി സ്വാഹ. 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 ഓം ഗില്ലേകെ. ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ സത്യഭാമ വരുമ്പോ കണി ഇതായിക്കോട്ടെ. ഓം ഗില്ലേകെ മണിദ്രവേ കാമരൂപിണി സ്വാഹ. ഓം ഗില്ലേകെ മണിദ്രവേ കാമരൂപിണി സ്വാഹ. ഓം ഗില്ലേകെ മണിദ്രവേ കാമരൂപിണി സ്വാഹ. ഓം ഗില്ലേകെ മണിദ്രവേ കാമരൂപിണി സ്വാഹ.
ചെറ്റേ എന്തിനാടാ തുണിയിലാണോ മരത്തെ ഇരിക്കുന്നത്? അച്ഛനല്ലേ അമ്മയോട് പറഞ്ഞത് ഓം ദില്ലേഗേ മടുത്തവേ കാമരൂപിണി സ്വാഹ എന്ന മന്ത്രം ഉരുവിട്ട് നിർവാണനായി നടന്നാൽ ഏത് പെണ്ണും മോഹിക്കുമെന്ന് സത്യഭാമയെ കാണിക്കാതിരുന്നതാ. ഉറങ്ങിപ്പോയി. ഇറങ്ങി വാഴാലോട്ട്. ഞാൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നാലേ ഈ കുട്ടികൾ എന്നെ കണ്ട് മോഹിക്കില്ലേ? പോയിട്ടുണ്ട് എല്ലാവരും. ഓളെ സൂക്ഷിക്കാനെന്നും പറഞ്ഞ് ഒരറ്റത്ത് കുറെ ചട്ടമ്പികള്. കെട്ടാൻ നടക്കുന്ന വേറൊരുത്തൻ തുണി ഉടുക്കാണ്ട് വരെ നടക്കാൻ തുടങ്ങി. ഇതിന്റെയൊക്കെ നാണക്കേട് എന്റെ മോക്ക. നിങ്ങൾക്ക് തല്ലുണ്ടാക്കി വാതു വെച്ച് നടന്നാ മതി. എന്റെ കണ്ണടയും മുമ്പ് ഭാമയുടെ കല്യാണം നടന്നു കാണണമെന്നൊരാഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റുമോ? ലക്ഷ്മിക്കുട്ടി, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ സത്യഭാമയ്ക്ക് വേണ്ടി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ പറയാം. പുത്തമ്പറമ്പിൽ ചന്ദ്രശേഖര വർമ്മ നീ അറിയില്ലേ? ആ ഉവ്വ്. അയാളുടെ ഒരേ ഒരു മകൻ ഇന്ദ്രജിത്താണ് വരൻ. ഇത്രയും നല്ലൊരു കാര്യം ഒറ്റയ്ക്ക് മനസ്സിൽ കൊണ്ടുവന്നല്ലോ. തിരുവേനി ശരിയല്ല, എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. താനും ഒരു പിടക്കോഴിയാണ്, എപ്പോഴും കൂവിക്കൊണ്ട് നടക്കും. ആ ഇനി ആ ചട്ടമ്പിൾ എന്ന് പറഞ്ഞു വിട്ടേക്കാം. അത് വേണോ? കല്യാണം കഴിയുന്നവരെ ഒരു ധൈര്യത്തിന് വേണ്ടടോ, ഒന്നോർത്താൽ ഇതൊക്കെ നാണക്കേടാ. ആ വരെ സേതുവിനോടുകൂടി വിശേഷം പറഞ്ഞു. ഞാൻ അവന്മാരൊന്ന് പറഞ്ഞു വിടാൻ നോക്കട്ടെ. ആ ചട്ടമ്പിളെ, വളരെ സന്തോഷായിട്ടോ. സത്യഭാമയുടെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. പുത്തമ്പറമ്പിൽ ചന്ദ്രശേഖര വർമ്മയുടെ മകൻ ഇന്ദ്രജിത്ത്. കാനഡയിലാണ്. നല്ല മിടുക്കം പയ്യൻ. നല്ല കാര്യം പറയുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? നിന്റെ മുഖത്ത് എന്താ ഒരു വാട്ടം? ഒന്നുമില്ല, പെട്ടെന്നൊരു തലവേദന. അത് ശരിയാ. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെ കുറിച്ച് ഓർത്താ എനിക്കും തലവേദന വരുന്നുണ്ട്. ഞങ്ങൾ ചെക്കന്റെ വീട് വരെ പോവാ. ദൂരം കുറയണ്ടേ? അപ്പൊ നീ കോളേജിലേക്കല്ലേ? ആ തീരുമാനം എടുത്തില്ലെങ്കിൽ മുതലാളി അനുഭവിക്കേണ്ടി വരും. നീ എന്താടാ എന്നെ വിരട്ടുന്നത്? നീ ഒന്നും എന്നെ ഒരു പുല്ലും ചെയ്യില്ല. പോടാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിന്റെയൊക്കെ ഇഷ്ടം പോലെ. പക്ഷെ ഒരു കാര്യം, ചന്ദ്രശേഖര വർമ്മ പറഞ്ഞതാ. ഇതിന്റെ പേരിൽ നീ ഒന്നും എന്റെ കയ്യിൽ നിന്ന് 10 പൈസ മേടിക്കില്ല. എന്താടോ ചന്ദ്രശേഖര, രാവിലെ തന്നെ ഒരു ബഹളം? പട്ടണി കിടന്ന കാലത്ത് ഒരുത്തനും വിപ്ലവമില്ലായിരുന്നു. വയറ് നിറയാൻ തുടങ്ങിയപ്പോ വിപ്ലവം പൊന്തി. ചന്ദ്രശേഖരന്റെ ഒരു മുഖമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. രണ്ടാമത്തത് വളരെ മോശമാ. ഇതും പറഞ്ഞ് ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത്. വെക്കോ രാമവർമ്മ വരൂ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? തന്റെ മകൻ കൃത്യമായും എന്നെത്തും. കൃത്യമായി മറ്റന്നാൾ എത്തും. എടോ, നമ്മൾ പറഞ്ഞുറപ്പിച്ച കാര്യം എത്രയും പെട്ടെന്ന് കേട്ട് നടത്തണം. എപ്പ വേണമെങ്കിലും ഞാൻ റെഡി. മറ്റന്നാൾ അവൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്ന ആ നിമിഷം അങ്ങ് കല്യാണം നടത്തിയേക്കാം. എന്താ പോലെ? ഇന്ദ്രജിത്ത് വന്നാൽ ഉടൻ ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. അന്ന് തന്നെ മുഹൂർത്തവും കുറിക്കാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്താണോ ഇത്ര ധൃതി? ബന്ധുക്കാരൻ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് കാപ്പി പോലും തരാതെ അയക്കുന്നത് ഈ ചന്ദ്രശേഖര വർമ്മയ്ക്ക് നാണക്കേടാ. ഞാൻ കാപ്പി എടുക്കാം. കാപ്പിയും പലഹാരവും ഒക്കെ ഇനിയും കഴിക്കാമല്ലോ. സത്യഭാമയുടെ വിവാഹം അടുക്കും തോറും എന്റെ ടെൻഷൻ കൂടുകയാണ്. ഒരേ ഒരു മകളല്ലേ, അവളെന്റെ ജീവനാടോ. വരട്ടെ. ഓ, സമാധാനമായി. അതെ, രാമവർമ്മയ്ക്ക് മകളുടെ കല്യാണം നടത്താൻ എന്താ ഇത്ര തിടുക്കം? അതെന്താണോ താൻ അങ്ങനെ ചോദിച്ചത്? അല്ല, ചിങ്ങം പിറന്നു മതി നാളെ ആദ്യം പറഞ്ഞിരുന്നത്. ഇപ്പൊ ഈ മിഥുനം കറക്കടത്തി നടത്തണമെന്ന് പറയുമ്പോ അതിലെന്തെങ്കിലും പാകപ്പിഴയുണ്ടോ എന്നൊരു സംശയം. ഒരു പാകപ്പുഴയും വരില്ലടോ. രാമവർമ്മ തറവാടിയാ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമല്ല. കാരണം ചന്ദ്രമംഗലത്തെ തൊഴുത്തിൽ കിടന്നുറങ്ങാനുള്ള ഭാഗ്യം എനിക്കുണ്ടോ? ഒറ്റ മകളേ ഉള്ളൂ. ആ സ്വത്ത് മുഴുവൻ ആ കുട്ടിക്കുള്ളതാ. എന്റെ മകൻ അവളെ കല്യാണം കഴിച്ചാൽ സ്വത്ത് മുഴുവൻ നമുക്ക് വന്നു ചേരും. പിന്നെ പുത്തമ്പറമ്പിലെ മരത്തിലൊക്കെ പണം കായ്ക്കും. ഭാമ കണ്ട ദുസ്വപ്നം നന്നേ ഞാൻ പറഞ്ഞില്ലേ. കുട്ടിക്കാലം മുതലേ സ്നേഹിച്ചു മോഹിച്ചുമല്ല. വെറുതെ ഇനി ഭാമയെ മറന്ന് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോ. ആര് പറഞ്ഞു ആഗ്രഹിച്ചത് കിട്ടാതെ പോയെന്ന്? എന്റെ കഴുത്തിൽ താലികെട്ടാൻ പോകുന്നത് സേതുവേട്ടൻ തന്നെയായിരിക്കും. അതെ, ചന്ദ്രമംഗലത്ത് രാമവർമ്മ തിരുമേനിയുടെ മകളായി പറയുന്നത്. അച്ഛന്റെ വാശി കുറച്ചൊക്കെ മകൾക്കും കാണില്ലേ? ആര് വരുന്നുണ്ട്? ഭാമ പോയിക്കോ. ഭാമേ. അച്ഛനേക്കാൾ വാശിയുള്ള മകൾ പിടിച്ചോണ്ട് പോടാ. ഒരിക്കലും രാത്രിയിൽ ഉറക്കമൊഴിയാത്ത ഞാൻ ഇന്ന് ഉറങ്ങാതിരുന്നപ്പോൾ താൻ ചോദിച്ചില്ല എന്തിനാണെന്ന്. ഇപ്പോൾ തനിക്ക് മനസ്സിലായില്ലേ? സത്യഭാമയ്ക്ക് പ്രേമലേഖന അയച്ചവനെ കണ്ടുപിടിച്ച ആദ്യത്തടി ഞാൻ കൊടുക്കും എപ്പോഴും പറയായിരുന്നു.
പക്ഷെ നീയായിരിക്കും ഞാൻ കരുതിയില്ലടാ. വേണ്ട, അവനെ തല്ലേണ്ടത് താനല്ല, ഞാനാണ്. ആയേ, നിന്നെ ഞാൻ കൊല്ലും. അങ്ങേട്ടവനെ. ഞാൻ കൊല്ലും ഞാൻ. മണി വീണ മീട്ടി നീരി മറിമായ താളിലായി കളി വീടു തീർത്തതാകെ അപരാധമായി നിഴലായി രാജയോഗം അണയാതെ കാക്കുമോ മറിമാ